ഹലോ ഗൈസ്, നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് ഇതെന്താ ഫോട്ടോയൊക്കെ വെച്ച് എഡിറ്റ് ചെയ്തൊരു ഇതല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു എന്താ പറയണ ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു മൊമെൻ്റാണിത്. കാരണം വർഷങ്ങളായി ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ ഒരുമിച്ചൊരു ടൂറൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച്. അമ്മയാണ് എപ്പോഴും പറയും, അമ്മയ്ക്ക് ബോത്താങ്കെട്ടി പോകണം, ബോട്ടേക്ക് കയറണം, അവിടുത്തെ പാലത്തിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തു, വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഫാമിലി ട്രിപ്പാട്ടോ ഇത്. ഞങ്ങളെന്നെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ബോത്താങ്കെട്ടി പോയി അമ്മയുടെ പാലത്തിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്, അതുപോലെ തന്നെ അമ്മേനെ ബോട്ടയിലൊക്കെ കയറ്റി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പപ്പയാണേലും അമ്മയുടെ വീട് നേര്യമംഗലമാണ്. പക്ഷേ എന്നാലും അമ്മ ഇങ്ങനെ ബോട്ടയിലൊന്നും ആ ഒരു സമയത്തൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബോത്താങ്കെട്ടി പോയിട്ട് ബോട്ടയിലൊക്കെ ഒന്ന് കയറണമെന്ന്. പിന്നെ പപ്പയ്ക്ക് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പപ്പ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഞങ്ങൾ ഏകദേശം ബോട്ടിലൊരു അരമണിക്കൂറിന് മേളിൽ ട്രാവലൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. അതെന്ന് വെച്ചാൽ ഇതിൽ തടാകത്തിൽ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ, നല്ല രസമാണ് ഈ എൻ്റെ സീനറിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണുമ്പോൾ അത്ര ഒരു ഭംഗി ഫീൽ ചെയ്യില്ല. ബട്ട് നിങ്ങൾ നേരിട്ട് വന്ന ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ബോത്താങ്കെട്ടി ഡാമും അതിൻ്റെ ബോട്ട് റൈഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രകൃതിയൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്കൊരു പാമ്പിനെയൊക്കെ കണ്ടുട്ടോ വെള്ളത്തിൽ. ഒന്ന് ചെറുതായിട്ട് പേടിച്ച് ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറുമെന്നൊക്കെ ഓർത്തു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇങ്ങോട്ട് വന്നില്ല. നമ്മുടെ ബോട്ടിലെ ചേട്ടനാണെങ്കിൽ വെള്ളം മറ്റേ തുഴയൊക്കെ വെച്ചിട്ട് ഓടിച്ചതിനെ. എൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പേടിച്ച് കുറച്ചിരുന്നുകൊണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി. ഇപ്പോൾ തിരിച്ച് വന്ന് ഞങ്ങളിങ്ങനെ ഒരു ഹാഫ് ഡേ ഞങ്ങളവിടെ ഓൾമോസ്റ്റ് ബോത്താങ്കെട്ടി സ്പെൻഡ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിലൊക്കെ പോയി ഇങ്ങനെയുള്ള റൈഡിലൊക്കെ കയറി മടുത്ത് വിശ്രമിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പാട്ടോ ഇത്. അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ബൈ.